ഇത്തവണ ഇന്ത്യയ്ക്ക് ഇത്തവണ ഭരണം തുടരാനാകുമോ, അതോ ഇന്ത്യ മുന്നണി ഭരണത്തിലെത്തുമോ? കേരളത്തിൽ വോട്ടിട്ട് കഴിഞ്ഞ ജനങ്ങളോട് ഞങ്ങളൊന്ന് ചോദിച്ചു, അവർ പറയും ആരിത്തവണ ഭരണത്തിലെത്തും. രണ്ടും 50-50 ചാൻസ് ആണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം BJP വരണം എന്നുള്ളതാണ്. എനിക്ക് BJP വരാൻ താല്പര്യമില്ല. കോൺഗ്രസ് തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ല. BJP കോൺഗ്രസ് തിരിച്ചു വരും. ഇത് രണ്ടും വരില്ല, ഇടതുപക്ഷം തന്നെ വരില്ല. സെൻട്രലിലെ BJP തന്നെ ആയിരിക്കും. രാജ്യസഭ BJP വരില്ല, കോൺഗ്രസ് വരുള്ളൂ, UDF തന്നെ വരുള്ളൂ. അതിന് ഒരു മാറ്റവും ഇല്ല. ഇത്ര വർഷം ഇരുന്നത് തന്നെ, അതനാല சொல்ல முடியாது. കോൺഗ്രസ് വന്നിട്ട് ഒരു ഗുണമില്ല. എന്തെങ്കിലും പ്രധാനമന്ത്രി BJP വരും. കോൺഗ്രസിന്റെ തിരിച്ചുവരവായിരിക്കും, ഇന്ത്യ മുന്നണി തിരിച്ചുവരാനാണ് സാധ്യത. നരേന്ദ്രമോദി വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന് ഗുണം ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ആദ്യം പിന്നെ മോദി ഗ്യാരണ്ടി പറഞ്ഞു, ഇപ്പോൾ ഗ്യാരണ്ടിയൊക്കെ മാറി പല വിധത്തിലേക്ക് പോയി കൊടുക്കുക. കേജ്രിവാൾ പുറത്തു വന്നതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു റിപ്പോർട്ടായിട്ട് ആ ചാൻസ് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് പീഡനങ്ങളും ഒരുപാട് വർഗീയതകളും എല്ലാം ഉണ്ടാവും. ഇന്ത്യ മൊത്തം ഇത് താമരശ്ശേരി എന്താ വരും. അതിനു മുമ്പ് വരെ BJPക്കായിരുന്നു ഫുള്ളുണ്ടായിരുന്നത്. ഇപ്പോൾ ചാൻസ് ചെറുതായിട്ട് മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ മുന്നണിക്കും ചാൻസ് ഉണ്ട്, രണ്ടുപേർക്കും ചാൻസ് ഉണ്ട്. ഈ ഇലക്ഷൻ 50-50% ആണ്. തൃശ്ശൂർ പിന്നെ നമ്മുടെ ആൾ തന്നെ സുരേഷ് ഗോപി തന്നെ പോയാൽ ഒന്നും നോക്കാനില്ല, നമ്മൾ ഷാഫിൽ പറമ്പിൽ ജയിക്കും. ഒന്നും നോക്കാനില്ല, നമുക്ക് എത്ര പറയാനുള്ളൂ. കേരളത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, പക്ഷേ വെളിയിലെ കാര്യം ഞങ്ങൾ അപ്പോൾ പറയുമ്പോൾ അവിടെ കൂടുതലും 50-50% ആണ്. BJP വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇന്ത്യ മുന്നണി വരാൻ സാധ്യതയുണ്ട്, BJPയുടെ ഭരണം വരാൻ അധികം സാധ്യതയില്ല. എന്താണെന്ന് വെച്ചാൽ അവർ ഏകസംവരണം, പല നോട്ട് നിരോധനം, മറ്റുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. കാര്യം ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ തന്നെ വരണം. BJP വരാൻ സാധ്യത. ഇന്ത്യ മുന്നണി തിരിച്ചാൻ ഒരുപാട് സാധ്യതകളാണ്. സാധ്യതകൾ ഇപ്പോൾ കാണുന്ന റിപ്പോർട്ടുകളൊക്കെ വെച്ച് വിവിധ ചാനലുകളൊക്കെ റിപ്പോർട്ടുകളുണ്ടല്ലോ. ആ റിപ്പോർട്ടൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും ഈ വിവിധ ഭിന്നിച്ച് നിൽക്കുന്ന കക്ഷികളൊക്കെ ഒന്നിച്ചു നിന്ന് BJPക്ക് എതിർക്കും എന്നതിൻ്റെയാണ് പ്രത്യേകത. BJP തുടർഭരണം കിട്ടാൻ സാധ്യത കുറവാണ്. ഇന്ത്യ ഭരണം അയ്യോ, എനിക്ക് ആരായാലും കുഴപ്പമില്ല, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമുക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പാർട്ടിയോട് താല്പര്യം അങ്ങനെയൊന്നുമില്ല, ആരായാലും കുഴപ്പമില്ല. അത് ഇപ്പോൾ പറയാൻ പറ്റില്ല. ആര് വന്നാലും നമ്മൾ രാജ്യം നല്ലത് ഭരിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇന്ത്യ മുന്നണി തിരിച്ചു വരണം. ഈ രാജ്യം ഇതേപോലെ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി ലീഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ല, നല്ലപോലെ ഭരിച്ചോട്ടെ എന്നറിയാം, ഏത് പാർട്ടി വന്നാലും. പിന്നെ റിസൾട്ട് വരും BJPക്ക് മുൻതൂക്കം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കോൺഗ്രസ് വന്നാൽ നന്നായിരിക്കും. ഇന്ത്യ മുന്നണി ഭരണത്തിൽ വന്നാലും തികച്ച് 6 മാസം ഭരിച്ചു വരണ ഭാഗ്യം തിരിച്ചു വരും തോന്നണില്ല. അതാണല്ലോ ഇപ്പോൾ മോദിയുടെ സംഭാഷണങ്ങളിൽ നിന്ന് കാണുന്നത്. അദ്ദേഹത്തിന് ഒരു ബൊക്കലാഘട്ട്, എന്താ പറയുക, ഒരു പേടി തോന്നാൻ തുടങ്ങി. അതാണ് എപ്പോഴും ഹിന്ദു മുസ്ലിമും മറ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ അപേക്ഷിച്ചിട്ട് രാഹുൽ ഗാന്ധി അതേമാതിരി നമ്മുടെ അഖിലേഷ് യാദവ്, തേജസ്വി യാദവ് എല്ലാവരും വികസനത്തിനെ പറ്റിയാണ് പറയുന്നത്. തീർച്ചയായും തിരിച്ചു വരണം. തിരിച്ചു വന്നാലും നമ്മുടെ ഒരു എന്താ പറയുക വികസനവും അതേമാതിരി ഒരു പേടിയില്ലാതൊരു ഭരണം നമുക്ക് കിട്ടുള്ളൂ. തൊഴിലില്ലായ്മ, സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം അടിക്കടി താഴ്ത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ മുന്നണി തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ. NDA ഭരണത്തിൽ വരുമെന്ന് പറയുന്നവരുണ്ട്, ഇന്ത്യ മുന്നണി വരുമെന്നും പറയുന്നവരുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.